അനിഷ്ട സംഭവങ്ങൾ പലരെയും പല രീതികളിലാണ് സ്പർശിക്കാറുള്ളത്. റോഡിൽ വാഹനമിടിച്ച് കിടന്ന തെരുവുനായയുടെ ഇടത്തിനരികെ ഒരു വിദേശ വനിത കരഞ്ഞു നിൽക്കുന്ന ഫോട്ടോ കുറേ കാലം മുൻപ് പത്രങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ചിലർ അനുശോചിച്ചു, മറ്റു ചിലർ അത്ഭുതപ്പെട്ടു, വേറെ ചിലർക്ക് അവജ്ഞയുണ്ടായി. വേദന സാംശീകരിക്കുന്നത് ഈ രീതികളിലാണ്. സ്വാർത്ഥത ഉയർന്നതനുസരിച്ച് മറ്റുള്ളവരുടെ വേദന ഏശാതായിക്കൊണ്ടിരിക്കും. പാരമ്പര്യവുമായി ഇതിന് ബന്ധമുണ്ട്. മൂല്യാധിഷ്ഠിത ജീവിതം ഇത് പ്രകടമാക്കാറുണ്ടെങ്കിലും ചിലരിൽ ഇത് അഭിനയമായിരിക്കും. തെറ്റും ശരിയും വ്യവച്ഛേദിച്ച് വിവേകത്തോടെ ജീവിക്കുന്നവർക്ക് യഥാർത്ഥ മനുഷ്യസ്നേഹികളെ തിരിച്ചറിയാനും അവരോടൊത്ത് നിൽക്കാനുമാകും. അങ്ങനെയുള്ളവരിൽ നിന്ന് വേണം ജനപ്രതിനിധികൾ ഉണ്ടാകുവാനും. കുടുംബ ബന്ധങ്ങൾ ഇല്ലാതായവരോ ശിഥിലമായവരോ ആയിരിക്കും കുടുംബങ്ങളുടെ വഴിയിൽ ഇത്തരം വില കൂടിയ മദ്യക്കുപ്പികൾ പൊഴിച്ചിട്ടിട്ട് പോകുക. പരോപകാരികളെ പോലെ കാണപ്പെടുന്ന ഇവർ വെച്ച് നീട്ടുന്ന കനി നിങ്ങളുടെ തോട്ടത്തിൽ നിന്ന് തന്നെ ഉള്ളതായിരിക്കും. അത്തരക്കാരോട് വിധേയത്വം കൂടി ഉണ്ടായാൽ സ്വബോധത്തോടെയുള്ള ജീവിതമായിരിക്കില്ല പിന്നെ.